ഹായ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ റിന്യൂവബിൾ എനർജിയുടെ ഒരു പുതിയ ഡ്രാഫ്റ്റ് ബില്ല് വന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ പുതുതായി സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉപഭോക്താവിന് എന്തെല്ലാം നഷ്ടങ്ങളായിരിക്കും വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യമായിട്ട് ഇതുവരെയും ഫോളോ ചെയ്തിരുന്ന നെറ്റ് മീറ്ററിംഗ് എന്ന സംവിധാനത്തെ 100 കിലോവാട്ടും 1 മെഗാവാട്ടും വരെയുള്ള പ്ലാന്റുകൾക്ക് ഫോളോ ചെയ്തിരുന്ന നെറ്റ് മീറ്ററിംഗ് എന്ന സംവിധാനത്തെ 3 കിലോവാട്ടായിട്ട് ചുരുക്കുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് 3 മുതൽ 5 വരെയുള്ള സോളാർ പ്ലാന്റുകൾക്ക് ഈ നെറ്റ് മീറ്ററിംഗ് സംവിധാനം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ 30% സംഭരിക്കാൻ ശേഷിയുള്ള ബാറ്ററിയോടുകൂടിയ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യണമെന്നാണ് നിബന്ധന. മൂന്നാമതായിട്ട് 3 കിലോവാട്ടിന് മുകളിലുള്ള എല്ലാ സോളാർ പ്ലാന്റുകൾക്കും 3 ഫേസ് കണക്ഷൻ വേണമെന്നാണ് പറയുന്നത്. 3 ഫേസ് കണക്ഷൻ നിലവിൽ ആവശ്യമുള്ളത് 5 കിലോവാട്ടിന് മുകളിലുള്ള പ്ലാന്റുകൾക്കാണ്. ഇതിനാൽ തന്നെ ഈ 3 കിലോവാട്ടിന് മുകളിലോട്ട് പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉപഭോക്താവ് 4 കിലോവാട്ടോ 5 കിലോവാട്ടോ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കണക്ഷൻ 3 ഫേസ് ആക്കുന്നതും ഇൻവേർട്ടർ 3 ഫേസ് യൂസ് ചെയ്യുന്നതും കൊണ്ട് ഒരു 60,000 രൂപയോളം നഷ്ടം വരുന്നത് കാണാം. 30% എനർജി സ്റ്റോർ ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററിക്കാകട്ടെ 2 ലക്ഷം രൂപയോളം ചെലവുമായി. നാലാമതായി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്നത് 5 കിലോവാട്ടിന് മുകളിലോട്ടുള്ള എല്ലാ സോളാർ പ്ലാന്റുകൾക്കും നെറ്റ് ബില്ലിംഗ് എന്ന സംവിധാനത്തെയാണ് ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ് ബില്ലിംഗ് എന്നുള്ളതിൽ നെറ്റ് മീറ്ററിങ്ങിനേക്കാൾ വളരെയേറെ വ്യത്യാസമുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റമാണ്. ഉദാഹരണത്തിന് പീക്ക് ടൈമിൽ ഒരു ഉപഭോക്താവ് 1 യൂണിറ്റ് എനർജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം നോർമൽ അവേഴ്സിൽ, അതായത് സോളാർ അവേഴ്സിൽ 1.5 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ യൂണിറ്റ്സ് ടാലിയായി പോവുകയുള്ളൂ. നിലവിൽ ഒരു 10,000 രൂപയുള്ള ഉപഭോക്താവിന് 5 കിലോവാട്ട് സോളാർ പ്ലാന്റിൽ ബില്ല് 0 ആക്കാനാകും. എന്നാൽ നെറ്റ് ബില്ലിംഗ് എന്ന സംവിധാനം വരുമ്പോൾ അതൊരു 7 കിലോവാട്ടോ 8 കിലോവാട്ടോ ആയി ഉയർത്തേണ്ടി വരും. ഇങ്ങനത്തെ കേസിൽ ഉപഭോക്താവിന് ഒരു 1.5 ലക്ഷത്തോളം രൂപ അധിക ചെലവായി വരുന്നതാണ്. അഞ്ചാമതായിട്ട് ഈ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനയാണ് 100 കിലോവാട്ടിന് മുകളിലുള്ള സോളാർ പ്ലാന്റുകൾക്ക് സ്മാർട്ട് എനർജി മീറ്റേഴ്സും 1000 കിലോവാട്ടിന് മുകളിലുള്ള എനർജി മീറ്റേഴ്സിന് ABT കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്മാർട്ട് എനർജി മീറ്റേഴ്സും കൂടാതെ 2077 100 കിലോവാട്ടിന് താഴെയുള്ള സോളാർ പ്ലാന്റുകൾക്ക് സോളാർ എനർജി മീറ്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ഈ ഡ്രാഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ആറാമതായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഉന്നം വയ്ക്കുന്നത് നിലവിലെ സോളാർ കൺസ്യൂമേഴ്സിനാണ്. ഇവരുടെ നെറ്റ് മീറ്ററിംഗ് ഉള്ള എഗ്രിമെന്റിന് കാലാവധി 25 വർഷം തികയുന്ന സാഹചര്യത്തിലോ നിലവിലുള്ള സോളാർ പ്ലാന്റിലോട്ട് പുതുതായിട്ട് സോളാർ പ്ലാന്റുകൾ ആഡ് ചെയ്ത് പവർ പ്ലാന്റിന് കപ്പാസിറ്റി കൂട്ടുകയോ നിലവിലത്തെ ബില്ലിംഗ് രീതിയിൽ നിന്നും മാറി അല്ലെങ്കിൽ താരിഫ് മാറ്റി പുതിയൊരു താരിഫ് രീതിയിലോട്ട് മാറുകയോ ചെയ്യുമ്പോൾ അവരും നെറ്റ് ബില്ലിങ്ങിലോട്ട് വരുന്നതായിരിക്കും. ഇത്തരം നിർദ്ദേശങ്ങൾ കേരളത്തിലെ സോളാറിന് ശോഭ കെടുത്താനും PM സൂര്യഘർ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ വലിച്ചു താഴെയിടാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ. പോരാത്തതിന് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ആവശ്യത്തിൻ്റെ 85% പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും നിലവിലുള്ള സ്രോതസ്സുകളിൽ നിന്ന് ഊർജ ഉൽപാദനം പരിമിതമായതിനാലും സോളാർ എന്ന മേഖലയിൽ നിന്നുള്ള ഈ വൈദ്യുതിയെ വേണ്ട എന്ന് വെക്കുന്നത് തലതിരിഞ്ഞ ഒരു ചിന്താഗതിയാണ്. ഇത്തരം തലതിരിഞ്ഞ ചിന്താഗതികൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ്. അതിനാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ മെയിലിലോട്ട് നിങ്ങളുടെ പ്രതിഷേധവും ഇതിനുള്ള പ്രതിവിധികളും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ജൂൺ 30 മുൻപായി ഇത്തരം പ്രവണതകളെ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നതിനായിട്ടുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു.